അതെ അതെ അതെ. ഇല്ല ഇല്ല ഇല്ല. ആ അതെ അല്ലേ? എന്നാ ശരി, വെക്കട്ടെ. അതെയോ? അതെ അല്ലേ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ശരി, വെക്കട്ടെ. എന്നാ അതെ. ആ ദോശ കഴിക്കാനേ. ആ ശരി, എന്നാ ശരി കേട്ടോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്താ ഭംഗിയാമ്മ? ഇതാണ് ഞാൻ ഈ കല്യാണം കഴിക്കണില്ല എന്ന് പറയണേ. എന്താണ്? ആ പെണ്ണ് കാണാൻ പോയ അപ്പം മുതലുള്ള ബിളിയായി കുട്ടി എത്രാമത്തെ പ്രാവശ്യം വിളിക്കണെന്ന് അറിയോ? രാധിക അമ്മായിയാ? രാധികമായി. എന്റെ അമ്മാവാ, ഈ വിളിയൊക്കെ ഇതിന്റെ ഭാഗമാ. ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചല്ലേ നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തപ്പത്ര മനസ്സിലാക്കാനുള്ളത്? ഇതൊക്കെ ഇത്തിരി കൂടുതലാ കുട്ടിയെ. അല്ല, ഇനിയിപ്പോ പങ്ക്യാമൻ ആ കുട്ടീനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലേ നമുക്ക് വേറെ 2-3 പെണ്ണാടെല്ലാം കൂടെ നടത്താട്ടോ. അയ്യോ, തന്നെ ധാരാളം കുട്ടിയെ. ഇതെങ്ങനെ പര്യവസാനിക്കാന്ന് നോക്കട്ടെ. ഒരു ദോശയും കൂടെ എടുത്തേ. ആ ഒരു ദോശ കൂടെ തന്നോ. പെട്ടെന്നൊരു മഴയല്ല അമ്മാവാ? ആ ഒന്നും പറയണ്ട കുട്ടി, കാലാവസ്ഥക്ക് ഇപ്പൊ അങ്ങനെ ഒരു കാലം നേരുന്നില്ല കുട്ടി. ആ ഇതാരപ്പത് ഉത്തമനോ? ആയോ ആയോ. വെറുതല്ല വെയിലും മഴയൊക്കെ വരണേ കേട്ടോ, കുറുക്കനല്ലേ വരണേ. ദോശ കഴിക്കാം. ഞാൻ അമ്മാവനോട് വഴക്കാണ്. ഒരു ദോശ കഴിച്ചോന്ന് പറഞ്ഞതിന് നീ എന്തിനാണ് എന്നോട് പിണങ്ങണേ? ദോശ കഴിക്കാൻ പറഞ്ഞതിനല്ല, അമ്മാവൻ കല്യാണം കഴിക്കാൻ പോണ വിവരം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അയ്യോ, അതിന് പങ്ക്യാമനോട് പിണങ്ങണ്ട. അമ്മാവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇനിയിപ്പോ കല്യാണം ആലോചിച്ചാണ് പ്രശ്നമെങ്കിലേ അതിനും പിണങ്ങണ്ട. ഒക്കെ ചെയ്തതേ ഞാനും കുമാരേച്ചിയും കൂടാ. ആണാ? എന്നാ ഒരു കാര്യം ഞാനോട് പറയട്ടെ. ഇനി അമ്മാവന് വേണ്ടി കല്യാണം ആലോചിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങ് നിർത്തിക്കോ. അങ്ങനെ പറയണ ഉത്തമ, നിന്നെ പുള്ളൊരാളെ എന്റെ കൂടെ ഇല്ലാത്ത നമുക്ക് കല്യാണം വേണ്ട. കല്യാണം വേണ്ടെന്നല്ല, അമ്മാവന് വേണ്ടി കല്യാണം ഞാൻ ആലോചിക്കും. അത് ശരി, നീ എരുതിയിൽ എണ്ണ വയ്ക്കാനുള്ള? അതെ, അമ്മാവന് കല്യാണം കഴിക്കാൻ പറ്റിയ ഒരാളായിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്ത് മരതകം? ഉത്തമേട്ടാ, മരതകൊക്കെ ഡിവോഴ്സ് ചെയ്തോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, അക്കയെ കൊണ്ട് പങ്ക്യാമനെ കെട്ടിക്കാനൊന്നും പറ്റൂല, ഞാൻ സമ്മതിക്കൂല. വെറുതെ അല്ലടി നിന്റെ ഭർത്താവിന് ലീവ് കിട്ടിയിട്ടും ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തത്. മരതകം വാമാ. എന്താ ഉദ്ദേശിക്കുന്നത്? அக்கா என்ன மாமா ഞാനേ അവിടെ മാമിയാർക്കിട്ട് പേശിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ നീ എന്തിനാ ഒറ്റക്ക് വന്നത്? അവളെയും കൂട്ടി വരണ്ടേ? ആ ബിൽട്ടപ്പ് മൊത്തം പോയി. രുക്മിണി, അമ്മ രുക്മിണി. അമ്മാവാ, ഇതാണ് രുക്മിണി. ഞങ്ങൾ രുക്കൂന്ന് വിളിക്കും. മരതകത്തിന്റെ ചിറ്റപ്പന്റെ മോളാ. ഓ അത് ശരി. വണക്കം പങ്കിയമ്മാവ. ഇവളും പങ്കിയമ്മാവനെ പോലെ തന്നെയാ. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അയ്യോ അപ്പടിയല്ല, ഇവളും പങ്കിയമ്മാവനെ പോലെ കല്യാണം കഴിക്കാതിരിക്കുക. അതെന്താ? കല്യാണം ഒന്നും നടക്കാത്തോണ്ട്. അപ്പോഴാണ് പങ്കിയമ്മാവൻ ഇവിടെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ തന്നെ ഞങ്ങൾ ഇവളെ കൂട്ടി ഇങ്ങ് പോന്നു. എന്തിന്? അത് അമ്മാവനെ കൊണ്ട് ഇവളെ കെട്ടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അത് തമിഴ്നാടും കൊട്ടിലപ്പാട്ട് തറവാടും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി നമുക്കൊന്ന് ഊട്ടി ഉറപ്പിക്കാല. പിന്നെ അമ്മാവനെ ഇവളെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ ഇവളെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ പ്രായക്കാർക്ക്. എന്തായാലും ഇവക്ക് ഇഷ്ടമാണെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. രുക്കു, ഇതാണ് ഞങ്ങളുടെ പങ്കിയമ്മാവൻ. കാണുമ്പോ ഒരു ഇച്ചിരി പ്രായമൊക്കെ തോന്നും, പക്ഷെ അത്ര പ്രായമൊന്നുമില്ല. അതെ, നിനക്ക് ആളെ ഇഷ്ടപ്പെട്ട?
ஐயோ திடீர்னு கேட்டீங்கன்னா நான் என்ன சொல்லுவேன் எனக்கு நான் அப்புறமா வர்றேன் അയ്യോ അവക്ക് വെക്കം വന്ന് ഇല്ല വെക്കം വന്നില്ല വെക്കം പോയി അയ്യോ അങ്ങനെയല്ല അവക്ക് നാണം വന്നാച്ചെന്ന് അതെ അവക്ക് നാണം വന്ന സ്ഥിതിക്ക് എന്തായാലും ഉറപ്പ് അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കേ അവിടെ നിന്ന് എത്ര ലോറിക്ക് ആളും മുഴുവനും എന്തിന് കല്യാണം ഉറപ്പിക്കണ്ടേ? ഉത്തമ അമ്മാവനൊന്നും പറയണ്ട. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുകയെ അമ്മാവൻ മറുത്തൊന്നും പറയരുത്. നീ എന്റെ കല്യാണക്കാരിയല്ലേ പറയണേ? ഈ എന്തിരുന്ന് എടുക്കുവത്? കല്യാണം പിന്നെയാണ് ആദ്യം നിശ്ചയം. ആ നിശ്ചയത്തിന് എത്ര പേര് വന്നോന്ന് ഞാൻ ചോദിച്ചത്. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാങ്ങി നമുക്ക് സംസാരിക്കാം. ഡ്രസ്സൊക്കെ പിന്നെ മാറാം. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് അവളുടെ അപ്പാവോ അമ്മാവോ ഇങ്ങോട്ട് വിളിക്കണം. അവരവിടെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുകയാണ് എന്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ട്. ഞാൻ വിളിച്ച അപ്പ തന്നെ ട്രെയിൻ കയറും, നേരെ ഇവിടെ എത്തും. എന്റെ ഉത്തമ നീ ഇപ്പൊ തൽക്കാലം പോ, നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. പങ്ക്യമാവാ ഈ സിറ്റപ്പന്റെ മകളായതുകൊണ്ട് ഞാൻ പറയല്ല, ഇത്രയും നല്ലൊരു പൊണ്ണ്. അതെ, പങ്കിയമ്മാവന്റെ മൂഡ് ശരിയല്ല. നമുക്ക് മൂടുള്ളപ്പോ വരാം. ഞാൻ സൊല്ലിട്ടുറപ്പിനെ പറ്റി നല്ല കുട്ടിയാ, കാണുന്ന പോലെ തന്നെ നല്ല കുട്ടിയാ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ല, നടക്ക്. നമ്മൾ നടത്താനല്ലേ വന്നത്, നടക്ക്. അമ്മാവാ നമുക്കേ ഈ രുക്കുവിനെ അമ്മാവന് വേണ്ടി കല്യാണം ആലോചിച്ചാലോ? ചായ ഒന്ന് ചൂടാക്കിട്ട് വന്നേ. ഒന്ന് ചൂടാക്കി കൊണ്ടാ. അയ്യോ എല്ലാം കൂടി കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ ദൈവം? என்ன ഒന്നുമില്ല ചേച്ചി ചേരോ? ചേരായിരുന്നല്ല വയസ്സ് പ്രായം என்ன என்ன അല്ല ഏജിന്റെ കാര്യം. வயசா எனக்கா? எனக்கு கல்யாண வயசு ஆயாச்சு. ഇവിടെ പങ്ക്യാമന് കഴിഞ്ഞാച്ച്. അതെനിക്ക് തെരിയോ. പിന്നെ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ഇല്ല കേളുങ്ക. ഈ ഉത്തമേട്ടനും അക്കയും പറയണ കേട്ടിട്ട് എന്തിനാ അങ്ങോട്ട് ചാടി പുറപ്പെട്ട്? ஐயோ உத்தமனும் அக்காவும் ரொம்ப நல்லவங்க. அவங்க ரொம்ப பாவம். അക്ക ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ ഇന്റർസ്റ്റേറ്റ് കല്യാണത്തിനെ പറ്റി ആലോചിച്ച് അവിടെ വേറെ ചെക്കന്മാരൊന്നും കിട്ടാത്തോണ്ടാ? ஐயோ நான் நினைச்சேன்னா அங்க தமிழ்நாட்டுல நிறைய ஆம்பளைல கிடைக்கும். ஆனா கேரளாவுல இருக்கிற ஆம்பளைல பத்தி நான் கேட்டேன், ரொம்ப நல்லவங்கன்னு. அதனாலதான் இங்க வந்து. അപ്പൊ അക്കയ്ക്ക് ഉത്തമേന്റെ വലിയ പിടിയില്ലല്ലേ? ஐயோ உத்தமன ரொம்ப நல்லவங்க. இங்க எப்படி? ഇങ്ക വലിയ പ്രശ്നക്കാരനാ. அப்படியா? ஆனா அங்க அப்படி ஒண்ணும் இல்ல. அங்க தப்பு செஞ்சா நல்ல அடி கிடைக்கும். എടി അപ്പൊ മറ്റേ ഭാഷ സിനിമ പോലെ ആയിരിക്കും. ഇവിടെ ഒരാള് അവിടെ വേറെ ആള്, അങ്ങനെയായിരിക്കും. അതായിരിക്കും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ആണുങ്ങളെ പറ്റി പറയുമ്പോ അവിടെയുള്ള ആണുങ്ങള് ഇവിടെയുള്ള ആണുങ്ങള് അങ്ങനെയൊന്നും പറയണ്ട. എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. കൊറേയൊക്കെ നല്ലതുണ്ടാവും, കൊറേയൊക്കെ പൊട്ടയായിരിക്കും. ஐயோ அப்ப பங்கி மாமாவும் அப்படியா? പങ്ക്യാമ നല്ല ആളാ, ഒരു കുഴപ്പമില്ല. അക്കയ്ക്ക് ലവ് ഫീലർ എന്തെങ്കിലും ഉണ്ടായിണ്ടോ? ஐயோ இந்த லவ்வுக்கு இவனு எனக்கு பிடிக்காது. நான் ரொம்ப நல்ல பொண்ணு. இந்த காதல் கீதலொന്നും നമുക്ക് സെറ്റ് ആവാതെ. കാതലിക്കുന്ന അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അതന്നെ, കാതലിച്ച് ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്. அப்படியா? പിന്നെ ഞങ്ങളൊക്കെ പ്രേമിച്ച് കെട്ടിക്കേറി വന്നവരല്ലേ. ஐயோ அப்ப நானும் பங்கி மாமாவை காதலிச்சு இதே மாதிரி கல்யாணம் பண்ணுவேன். പാവടി ചേച്ചി കോൺഫിഡൻസ് നോക്ക്. നമ്മളൊക്കെ ഒളിച്ചല്ലേ പ്രേമിച്ചേ, ഇതാ പ്രേമിക്കാൻ തീരുമാനം എടുത്ത് കുറ്റിയും പറഞ്ഞു വന്നേക്കുവാ. അതാ എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാ അത് പങ്ക്യാമനെ പ്രേമിക്കാനേ. അതിലാണ് എനിക്കൊരു സംശയമുള്ളത്. நீங்க எனக்கு சப்போர்ட் வேணும். ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പൊതുവെ ഈ കുടുംബം അങ്ങനെ പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. அப்படியா? അതെ അതെ അതെ. கடவுளே. പക്ഷെ പങ്ക്യാമ സമ്മതിക്കാന്ന് അറിയില്ല.
ഒന്നുമില്ല, ഞങ്ങൾ സപ്പോർട്ട് ഫുള്ള്. அப்படியா? ഞാൻ സപ്പോർട്ട്. ஐயோ தேங்க்யூ. கடவுளே பங்கி மாமாக்கு பிடிக்கணுமே. നിങ്ങളൊക്കെ ഇവിടെയായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഞങ്ങളെ രുക്കുവൊക്കെ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടുമായിരുന്നു. ആണോ? എന്നിട്ട് രുക്മിണിയെ ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഭംഗിയാവിന് ഇഷ്ടപ്പെടണ്ടേ? പങ്കിയമ്മാവനെ ഇവളെ പറ്റി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ വേണമെങ്കിലേ അങ്ങോട്ട് ചോദിക്കാം. അയ്യോ, അങ്ങോട്ട് ചോദിക്കണ്ട, വലിയ തിരക്കുള്ള ആളല്ലേ. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഞാൻ തന്നെ ചോദിച്ചോളാം. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടോ? രുക്മിണി ഉണ്ടോ? നന്നായി. റുക്കുവിന്റെയും പങ്കിയമ്മാവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ തിരിച്ച് നാട്ടിൽ പോവുള്ളൂ എന്ന് ചിറ്റപ്പനോട് സന്യാച്ച്. ഓ, ഭംഗിയാമ്മ പെട്ട്. അല്ല, ഭംഗിയാമ്മ പെട്ടെന്നൊരു തീരുമാനം പറയണല്ലേ? വേണം 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 പറയും. അല്ല, ഇവിടൊക്കെ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. വാറൊക്കെ കാണിച്ചു തരാം. சரி நான் போய் பார்த்துட்டு வர்றேன், அப்புறமா சரி சரி வாக்கா போலாம். എന്താ ഇതിനിപ്പോ പങ്കിയാമ്മൻ എന്താ പറയാ? എനിക്കറിഞ്ഞൂടാ. പങ്കാമന്റെ കാര്യത്തിലൊരു തീരുമാനമാണ് മിക്കവാറും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നേക്കോ പങ്കിയാമിന്. പങ്കി നീ എന്താ കളിയാക്കണോ? കാര്യമായിട്ട് അറിഞ്ഞാ രുക്മിണി പങ്കി അല്ലേ? ദൈവമേ, ഞാൻ കൊടുക്കാനുള്ള കാശിന്റെ കണക്കായി കാണണേ. ഈ ആയുസിൽ എനിക്കിത് വീട്ടാൻ പറ്റുമോ? ഇതൊക്കെ അവസാനിപ്പിച്ച് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു വീട്ടുകളുടെ ഇടയിൽ. പിന്നെ എങ്ങനെ 10ന്റെ പൈസ ആയാലുണ്ടോ? നല്ല എവിടേക്കിനും പോവാ. ഗതികെട്ടൊരു ജീവിതം. എന്താ எம்ஜிஆர் மாமா? എംജിആർ മാമേ? எங்க ஊர்ல தலைவர் எம்ஜிஆர் தெரியுமா உங்களுக்கு? நீங்களும் இங்க அரசியல் தலைவர் தானே? നീ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഒന്നാമത്തെ കാര്യം நான் பறஞ்சு தரேன். ஒரு தொப்பி வச்சா அப்படியே பாக்குறதுக்கு நீங்க எம்ஜிஆர் மாதிரி இருப்பீங்க. എന്ത്? எம்ஜிஆர் மாதிரி இருப்பீங்க. ആര്? நீங்க நீங்க இங்க இருந்து டைம் வேஸ்ட் பண்ணாம அங்க தமிழ்நாட்டுக்கு வாங்க, சிஎம் ஆவீங்க. CM ஆவீங்க, புரியலையா? പൊരയുണ്ട്. ഈ ഒരു പൊരയെന്നുള്ളൂ, വേറെ പൊരയൊന്നുമില്ല. நான் பறஞ்சு தரேன். ആ நீங்க இங்க இருந்து ആ டைம் வேஸ்ட் பண்ணாம தமிழ்நாட்டுக்கு வாங்க. ഇല്ല, വാങ്ങില്ല. അങ്ങേ ஏன் ഞാൻ അവിടെ വരണേ ഇല്ല. ஏன் வர மாட்டீங்க? உங்களுக்கு தமிழ்நாடு பிடிக்காதா? തമിഴ്നാട്ട് പിടിക്കാതെ അല്ല, ഞാൻ ഇവിടെ ഉള്ള എന്തിനും രാഷ്ട്രീയമൊക്കെ ചെയ്ത് ഇവിടെ കേരളത്തിൽ നിന്നോളാം. கிளைமேட் பிரச்சனையா? ക്ലൈമറ്റ് പ്രശ്നം ഉണ്ട്. പിന്നെ എന്റെ ഗതി നിനക്ക് അറിയാതെ. എന്റെ ഗതി ரொம்ப അതോ ഗതി. ஐயோ, അത് തെരിയില്ല നിനക്ക്. അത് നീ തെരിഞ്ഞാൽ നീ ഇവിടുന്ന് ഓടും തമിഴ്നാട്ടിലേക്ക്. അതുകൊണ്ട് എന്റെ പിന്നാലെ ഇങ്ങേ ഇവിടെ നിക്കാണ്ട് വേഗം തമിഴ്നാട്ടിലേക്ക് പോ കേട്ടോ. எனக்கு ஒண்ணும் புரியலையே. അതന്നെ എന്റെ അവസ്ഥ. അത് നമ്മൾ ഒരിക്കലും ചേരാത്. ஐயோ, അതാ ഇപ്പൊ പുരിഞ്ചാ. ഇനി വേണി പിരിഞ്ചാ മതി, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. നീ ഇപ്പൊ പോ രുക്മിണി. அப்படி போக முடியாது மாமா. எனக்கு ஒரு காரியம் தெரிஞ்சாவணும். എന്ത്? எனக்கு அப்படி இப்படி சுத்தி வளைச்சு பேச ஒண்ணும் தெரியாது. ചുറ്റി വളച്ച് കെട്ടാൻ പോകണോ? നീ ഇവിടെ വേലി കെട്ടാൻ വന്നാ? ஐயோ, அதல்ல மாமா. சுத்தி வளைச்சு எனக்கு பேச தெரியாது. நான் ஸ்ட்ரைட் ஃபார்வர்ட். ഞാനും സ്ട്രേറ്റ് ഫോർവേഡ്. ஓகே, நான் அப்ப கேட்கட்டுமா ஒரு விஷயம்? നീ പറയ, ഞാൻ കേൾക്കാം. என்ன பிடிக்குமா? ഞാൻ എന്തിനാ നിന്നെ പിടിക്കുന്നു? ഇവിടെ ഉള്ള ആൾക്കാർ കേട്ടെന്തെന്നാ വിചാരിക്കുക? മാമാ, എന്നെ ഇഷ്ടമാണോന്ന്. നിന്നെ ഇഷ്ടമാണോന്ന്? എന്ത് ഇഷ്ടം? എങ്ങനത്തെ ഇഷ്ടം? എന്നെ കല്യാണം പണ്ണ. രുക്മിണി, അങ്ങനെ ഒരു പെണ്ണൊന്നും വന്നിട്ട് പെട്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പൊ
ഞാൻ എന്ത് മറുപടി പറയാ? வேണ്ട வேண்டாம் எம்ஜிஆர் மாமா நீங்க நல்லா யோசிச்சு நிதானமா எங்க எனக்கு ஒரு ஆன்சர் சொன்னா போதும். ஆனா எனக்கு ஒரு விஷயம் சொல்லணும் உங்ககிட்ட. எனக்கு ஒரு விஷயம் சொல்லணும். എന്താ? எனக்கு உங்களை ரொம்ப பிடிக்கும். ஐ லவ் யூ. என்ன ஷாகினா, உனக்கு என்ன பிரச்சனை? സോറി പങ്ക്യാമ, ഞാൻ ഇപ്പൊ വരാൻ പാടില്ലായിരുന്നു. നീ എന്താ കുട്ടി പറഞ്ഞേ? എന്താ വന്നാല്? അല്ല, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ ഞാൻ പിന്നെ വരാം. നീ പോയിട്ട് അപ്പുറമാ വാ. അപ്പുറം ഇപ്പുറം പോണ്ട. നീ ഇങ്ങോട്ട് വന്നേ. ഒരു കുഴപ്പമില്ല. പങ്ക്യാമന്റെ അടുത്ത് നിൽക്ക്. ഇവിടെ നിൽക്ക്. വന്ന് നന്നായി. പങ്ക്യാമനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. നന്നായി. ആരാത്? അതൊക്കെയുണ്ട്, വന്ന് നോക്ക്. യാരത്? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ രുക്മിണി. ആരെങ്കിലൊക്കെ എന്നെ കാണാൻ വരും. ആരാണെങ്കിലും അവരെനിക്കിപ്പോ ദൈവ. 5 മിനിറ്റ് കൂടി ഉക്കാരാൻ പറ്റില്ല. ആരാ നോക്കണോളെ? വന്ന് കാണാൻ പോവല്ലേ, വെറുതെ ഞാൻ പറഞ്ഞു ത്രില്ല് കളയുന്നില്ല. നിന്റെ വർത്താനം കേട്ടോ വല്ല പ്രൈം മിനിസ്റ്റർ വന്നേക്കണെന്ന് വിചാരിക്കുമല്ലോ. പ്രൈം മിനിസ്റ്റർ അല്ല, പക്ഷെ ഹോം മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള ഒരാളാ. ഹോം മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള ആള് നമ്മുടെ വീട്ടിൽ വന്നോ? ഞാൻ ഇപ്പൊ വരാട്ടോ. നടന്നേ. പോ. മിനിസ്റ്ററാ? പങ്ക്യാമ, ഇതാണ് പങ്ക്യാമനെ കാണാൻ വന്ന ആൾക്കാർ. ഞങ്ങളിവിടെ തീരെ പ്രതീക്ഷയില്ല അല്ലേ പങ്കേട്ടാ? ഇല്ല, തീരെ പ്രതീക്ഷിച്ചില്ല. നീ തോടെ കണ്ണൊക്കെ പിടിച്ച് ഉപ്രാളപ്പെട്ടൊക്കെ നിൽക്കുന്നത്? സാധാരണ ഈ കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ്റെ വീട്ടിലോട്ടേ കല്യാണ പെണ്ണ് വരുന്ന പതിവൊന്നുമില്ലല്ലോ. അതിന്റെ വെപ്രാളമാണോടാ നിനക്ക്? അങ്ങനെ പഴയ രീതിയൊക്കെ മാറണ്ടേ അങ്കിളെ? പിന്നെ മാറണം, ഉറപ്പായിട്ട് മാറണം. അതെ പങ്കേട്ടാ, എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്താ. അതെ, അപ്പൊ അവിടെ പോയി വരുന്ന വഴിക്കൊന്ന് കേറിയുള്ളൂ. കല്യാണത്തിന് മുമ്പ് ചെക്കന് പെണ്ണിന്റെ വീട് കാണാമെങ്കിൽ പെണ്ണിന് ചെക്കന്റെ വീടും കണ്ടൂടെ? ശരിയല്ല അങ്കിളെ? അയ്യോ പിന്നെ ഉറപ്പായിട്ടും. ആ കൊച്ചിനോട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. പങ്ക്യാമ, എന്തെങ്കിലും സംസാരിക്ക്. അച്ഛാ, എനിക്ക് തോന്നേ പങ്ക്യാമന് നാണാണ്. സംസാരിക്കുന്നേ. സംസാരിക്കട്ടെ, അവരോട് പോട്ടെ. എനിക്ക് സംസാരിച്ചറിയാട്ടോ കാര്യങ്ങൾ. വണക്കം. നമസ്കാരം. വണക്കം. പങ്കേട്ടാ, ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? അല്ല, അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ പറ്റാത്ത. ഞാൻ വിളിക്കുമ്പോൾ മാത്രം എടുക്കാൻ ഭയങ്കര മടിയാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അയ്യോ ഷാഗിന, അത് ആര്? രാധികാമ്പായി, ഇത് രുക്മിണിയക്ക. രുക്മിണിയക്ക, അത് രാധികാമ്പായി. അമ്മായിയാ? ആ അമ്മായി. അതായത് ഈ പങ്ക്യാമൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാത്. அப்படியா? நீங்க கல்யாணம் பண்ண போற பொண்ணு அது? இது எப்ப நடந்தது? അക്ക, അത് വന്ന് ഈ നിങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവരുടെ പെണ്ണാടല് കഴിഞ്ഞതാ. അത് കഴിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഷാഹിന, ഇതാരാ ഇത്? ഇതേ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ ബന്ധുവാ. ഓ, ബന്ധുവിന്റെ ബന്ധു. അകന്ന ബന്ധം. നമ്മളെ പോലെ അടുത്ത ബന്ധമല്ലല്ലേ? அடுத்த பந்தமா? என்ன இது? என்ன அடுத்த பந்தம்? நீங்க கல்யாணம் பண்ண போற பொண்ணு அது? உங்களுக்கு பிடிக்குமா? ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല. അതല്ല, உங்களுக்கு ഇഷ്ടമാ അത്? ഇഷ്ടമാണോ വെച്ചാൽ അല്ല, അങ്ങനെ ഇപ്പൊ എങ്ങനെ പറയാ? അപ്പൊ ഇഷ്ടായതുകൊണ്ടല്ലേ കല്യാണം വരെ എത്തിയേ? കല്യാണം പറഞ്ഞുകൊടു പങ്കേട്ടാ. என்னடி நடக்குதுங்க? கடவுளே, இதெல்லாம் எப்ப நடந்தது? എപ്പോ നടന്നു? என்கிட்ட சொல்லவே இல்ல. എന്ത് പങ്കേട്ടാ ഇത്? പറയങ്ങോട്ട്. உண்மையாவே அது? ഉണ്മല്ല, അത് രാധിക. நிஜமாவா இது? നിജമല്ലേ? அட பாவி, கடவுளே, என்ன எல்லாரும் ஏமாத்திட்டாங்க. ஷாகிന, என்னடி நடக்குதுங்க? എന്തപ്പോ ഞാൻ പറയാ? നിങ്ങൾ എന്തൊക്കെ കാട്ടണേ? മിസ്റ്റർ പങ്കജാക്ഷൻ, അയ്യോ, എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കാറുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് താൻ ഇവിടെ കയറി എന്തോടെ ഇരിക്കുവാടോ? എടോ, പഴം പുഴുങ്ങിയത് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയടോ. അയ്യോ പങ്കജാക്ഷ, പങ്ക്യാമ, ഇത് ഞങ്ങളാ.
മിസ്റ്റർ പങ്കജാക്ഷൻ എന്താ പറ്റിയേ? എന്താ സംഭവിച്ചെന്ന് അറിയില്ല മാഡം. ഞാൻ എല്ലാവരും കൂടി പെട്ടെന്ന് കണ്ട ഒരു സന്തോഷത്തിലേ എന്താ ഉണ്ടായെന്ന് അറിയില്ല. സന്തോഷം വന്നാ യാരാ തല സുത്തി വീഴുവാങ്കളാ? ആ ഭംഗിയാവൻ അങ്ങനെയാ. സന്തോഷം വന്നാലേ അപ്പൊ ബോധം കെട്ട് വീഴും. അതുകൊണ്ട് പാവത്തിന്റെ ജീവിതത്തിൽ സന്തോഷം വരാറേ ഇല്ല. ഇതിപ്പോ അതിന്റെ ഒന്നല്ല, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിച്ചതായിരിക്കും. അതെ, ഒന്നും കഴിക്കാത്തോണ്ടാ. അല്ലാതെ നിങ്ങളെ 3 പേരെ ഒരുമിച്ച് കണ്ട ഞെട്ടലിൽ ബോധം കെട്ട് വീണൊന്നുമല്ല. മിസ്റ്റർ പങ്കജാക്ഷൻ ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, റെസ്റ്റ് എടുക്ക്. അല്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മാഡം. ഇപ്പൊ പറയുന്നത് അനുസരിക്കും മിസ്റ്റർ പങ്കജാക്ഷൻ. പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട. അല്ല, അദ്ദേഹത്തിന് റെസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം എടുത്തോളൂ, നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? ഞാൻ ഈ ബഹളത്തിനിടയ്ക്ക് ചോദിക്കാൻ മറന്നുപോയി, ഇവരൊക്കെ ആരാ? നിന്റെ ഫ്രണ്ട്സാ? എന്റെ ഫ്രണ്ട്സ് അല്ല, ഇതേ രുക്മിണിയക്ക, നമ്മുടെ ഭരതകക്കയുടെ ബന്ധുവാ. ഹലോ. പിന്നെ ഇത് രാധിക, പങ്കേട്ടം കെട്ടാൻ പോകുന്ന പെണ്ണ. ഇത് ആര്?